നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രധാനപ്പെട്ട കുറച്ച് കമ്മിറ്റികളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ട് അല്ലേ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ, ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കമ്മിറ്റികളെ കുറിച്ചിട്ട് പഠിക്കാം. ഒന്നാമത്തേതാണ് യൂണിയൻ പവർ കമ്മിറ്റി അല്ലെ. യൂണിയൻ പവർ കമ്മിറ്റി, അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു പ്രധാന കമ്മിറ്റിയാണ് ഏതൊക്കെയാ? യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയും. ഇത് ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചേക്കണം, ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട 3 കമ്മിറ്റികളാണ് ഏതൊക്കെ? യൂണിയൻ പവർ കമ്മിറ്റിയും അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, യൂണിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മിറ്റികളൊക്കെ ആരുടേതാണ്? നെഹ്റുവിൻ്റെതാണ്. ഓക്കെ, അപ്പൊ മുഴുവനും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് യൂണിയൻ സ്റ്റേറ്റ് എന്നുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അത് ആരുടേതായിരിക്കും? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണെന്ന് ഓർത്ത് വെക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മൗലിക അവകാശ കമ്മിറ്റിയും അതുപോലെ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി. ചോദിക്കാറുള്ളതാണ്, മൗലിക അവകാശ കമ്മിറ്റി ആരുടേതാണ് എന്ന് ചോദിച്ചാല് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ്. അപ്പൊ അതുപോലെ തന്നെ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രധാന ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? മൗലിക അവകാശ കമ്മിറ്റിയും അതുപോലെ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ്. എന്നാൽ ഇവിടെ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്, മൗലിക അവകാശ സബ് കമ്മിറ്റി അല്ലെ. കമ്മിറ്റി ഏതാണ്? സബ് കമ്മിറ്റിയാണ്. അത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ JB കൃപലാനിയുടേതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? മൗലിക അവകാശ സബ് കമ്മിറ്റി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ആൻസർ വരേണ്ടത്? JB കൃപലാനിയുടേതാണ്. എന്നാൽ മൗലിക അവകാശ കമ്മിറ്റി എന്ന് മാത്രമാണെങ്കിൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശ സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് JB കൃപലാനിയുടെ കമ്മിറ്റിയാണെന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെയാണ് ന്യൂനപക്ഷം അല്ലെ. അപ്പൊ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ ന്യൂനപക്ഷ സബ് കമ്മിറ്റി, ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? സബ് കമ്മിറ്റിയാണ്. ഇങ്ങനെ ന്യൂനപക്ഷ സബ് കമ്മിറ്റി ആണെങ്കിൽ അത് HC മുഖർജിയുടേതാണ്. ഓർത്തു വെച്ചേക്കണം, ന്യൂനപക്ഷ സബ് കമ്മിറ്റി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? HC മുഖർജിയുടേതാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം, മൗലിക അവകാശ കമ്മിറ്റി അതുപോലെ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതും. എന്നാൽ മൗലിക അവകാശ സബ് കമ്മിറ്റി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് JB കൃപലാനിയുടേതാണെന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ന്യൂനപക്ഷ സബ് കമ്മിറ്റി ആണെങ്കിൽ അത് HC മുഖർജിയുടേതാണെന്നും കൂടി ഓർത്തു വെക്കാം. അടുത്തത് ഇനി പഠിക്കാനുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. ഈ 3 എണ്ണവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പ്രധാന കമ്മിറ്റികളാണ്. ഇതിൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ചോദിച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഏതാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ലെ. അതുപോലെ തന്നെ ഒന്നും കൂടി ഓർത്തിരിക്കേണ്ടതാണ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. ഇത് 3ഉം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റേതാണ്. പഠിച്ചു വെച്ചേക്കണം. അതുപോലെ അടുത്തതാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓർഡർ ഓഫ് ബിസിനസ് ആണല്ലേ. ഓർഡർ ഓഫ് ബിസിനസ് ആണെങ്കിൽ അത് KM മുൻഷിയുടെ കമ്മിറ്റിയാണ്. ഓർത്തു വെക്കുക, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ആരുടേതാണ്? KM മുൻഷിയുടെ കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്തതാണ് ഹൗസ് കമ്മിറ്റി. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൗസ് കമ്മിറ്റി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? പട്ടാഭി സീതാരാമയ്യയുടേതാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഹൗസ് കമ്മിറ്റി ആരുടേതാണ്? പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കൃത്യമായിട്ട് തെറ്റാതെ പഠിച്ചു വെച്ചേക്കാം. നമ്മൾ പറഞ്ഞുല്ലേ, ആദ്യം യൂണിയനും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആരുടേതാണ്? നെഹ്റുവിൻ്റെതാണ് അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെ. അവിടെ യൂണിയൻ സ്റ്റേറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, അത് ആരുടേതായിരിക്കും? ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരിക്കും. എന്നാൽ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് മൗലിക അവകാശ സബ് കമ്മിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് JB കൃപലാനിയുടേതാണ്. മാറിപ്പോകരുത്.
ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി ആണെങ്കിലോ അതും സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. എന്നാൽ ന്യൂനപക്ഷ സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് HC മുഖർജിയുടേതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ 3 പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ട്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. ഈ 3 ആരുടേതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റേതാണ്. അടുത്തത് ഏതാ പറഞ്ഞത്? ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് കമ്മിറ്റിയും അല്ലെ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആരുടേതാണ്? KM മുൻഷിയുടേതാണ്. ഓർത്ത് വെക്കുക, ഓർഡർ ഓഫ് ബിസിനസ് ആരാണ്? KM മുൻഷി. എന്നാൽ ഹൗസ് കമ്മിറ്റി ആരുടേതാണ്? അത് പട്ടാഭി സീതാരാമയ്യയുടേതാണ്. അതും കൂടി എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചോദിക്കാറുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കറുടേതാണ്. ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കറുടെ കമ്മിറ്റിയാണ് ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം അംബേദ്കർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരെ ചോദിച്ചിട്ടുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ഇതെന്നാണ് രൂപം കൊണ്ടത് അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷവും മാസവും ഡേറ്റും പഠിച്ചു വെച്ചേക്കണം. 1947 ഓഗസ്റ്റ് 29. അപ്പൊ എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയാ 1947 ഓഗസ്റ്റ് 29. എന്നാണ്? നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെ? അതിനുശേഷം ഓഗസ്റ്റ് 29 ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ചെയർമാൻ, ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പൊ അംബേദ്കറെ കൂടാതെ തന്നെ ബാക്കി ഒരു 6 അംഗങ്ങൾ കൂടി എന്തിലുണ്ട്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ട്. അങ്ങനെ മൊത്തം അംഗങ്ങൾ എന്ന് പറയുന്നത് എത്ര പേരാണ്? 7 പേരാണ്. ഓർത്ത് വെച്ചേക്കണം, ഇതും ചോദിച്ചതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ BR അംബേദ്കറെയും കൂട്ടിയിട്ട് എത്ര പേരാണ്? 7 പേരാണ്. അംബേദ്കർ അല്ലാതെ ആണെങ്കിൽ 6 പേരാണ്. അപ്പൊ അംബേദ്കർ എന്ന് പറയുന്നത് ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. അപ്പൊ ചെയർമാനെയും കൂടി കൂട്ടിയിട്ട് ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരുണ്ട്. ഇനി ഈ 7 പേരെയും ചോദിക്കാറുണ്ട് ഓരോന്നായിട്ട്. അപ്പൊ 7 പേരെയും പഠിച്ചു വെച്ചേക്കണം. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ? ആരാണ്? BR അംബേദ്കർ ആണ്. അടുത്ത ആളാരാണ്? KM മുൻഷി ആണ് അല്ലെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ആര്? KM മുൻഷി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് സാദുള്ള. ആരാണ്? മുഹമ്മദ് സാദുള്ള. അടുത്ത ആളാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അതുപോലെ N ഗോപാലസ്വാമി അയ്യങ്കാർ അല്ലെ? 2 അയ്യർ വെച്ചിട്ടുള്ള വാക്കുകളുണ്ട്. ഒന്ന് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും അതുപോലെ N ഗോപാലസ്വാമി അയ്യങ്കാറും. അടുത്തതാണ് BL മിത്തറും അതുപോലെ തന്നെ DP കെയ്താനും. ഓർത്ത് വെച്ചേക്കണം, BL മിത്തർ അതുപോലെ തന്നെ DP കെയ്താൻ. അവിടെ ഓർത്തിരിക്കേണ്ടതാണ് BL മിത്തറിന് അല്ലെ? മിത്തർ അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആര്? അദ്ദേഹം രാജിവെച്ചതിന് ശേഷം വന്നിട്ടുള്ള വ്യക്തിയാണ് N മാധവറാവു എന്ന് പറയുന്നത്. അതും ചോദിക്കാറുണ്ട്. BL മിത്തർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കമ്മിറ്റിയിൽ നിന്ന് പിന്നീട് രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള വ്യക്തിയാണ് ആര്? N മാധവറാവു അല്ലെ? ഇവിടെ M വെച്ച് കണക്ട് ചെയ്യാം. മിത്തർ മാറിയിട്ട് ആരാ വന്നത്? മാധവറാവു അല്ലെ? മിത്തർ മാറിയിട്ട് മാധവറാവു വന്നു. അടുത്തത് എന്താണ്? DP കെയ്താൻ അല്ലെ? DP കെയ്താൻ അദ്ദേഹത്തിന്റെ മരണശേഷം വന്നിട്ടുള്ള വ്യക്തിയാണ് TD കൃഷ്ണമാചാരി അല്ലെ? കെയ്താൻ K ആയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ K കൃഷ്ണമാചാരി. അങ്ങനൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഓർത്തിരിക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട 7 അല്ലെ? 7 അംഗങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ ആൾ ആരാണ്? നമ്മുടെ മെയിൻ ചെയർമാൻ ആണ് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ആളാണ് KM മുൻഷി ഉണ്ട്. പിന്നെ ആരാണ്? മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലെ? അയ്യർ വെച്ചിട്ട് 2 ആൾക്കാര്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും N ഗോപാലസ്വാമി അയ്യങ്കാറും. അടുത്ത 2 പേര് BL മിത്തറും DP കെയ്താനും. അപ്പൊ മിത്തറിന് രാജിക്ക് ശേഷം വന്ന വ്യക്തി ആരാണ്? M വെച്ചിട്ടൊരാളാണ് അല്ലെ? അതായത് N മാധവറാവു. പിന്നെ DP കെയ്താൻ അല്ലെ? കെയ്താന്റെ മരണശേഷം വന്നിട്ടുള്ള വേറൊരു വ്യക്തിയാണ് ആരാ? K വെച്ചിട്ട് പേര് വരുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? കൃഷ്ണമാചാരി. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കാം.
ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കുക, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഏത്? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 29 അത് രൂപീകരിക്കുന്നത്. അതിന്റെ മെയിൻ ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെ, ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇതിലെ മൊത്തം അംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, അംബേദ്കറെ കൂട്ടിയിട്ട് മൊത്തം അംഗങ്ങൾ എന്ന് പറയുന്നത് 7 പേരാണ്. അംബേദ്കർ ആണ് അതിന്റെ ചെയർമാന്. KM മുൻഷിയുണ്ട്, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തറും TP കൈതാനും. ഇത്രയും പേരെന്ത് ചെയ്യാ, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇതുവരെ എടുത്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലോട്ടാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. ഓക്കെ, ഓരോന്നായിട്ട് പല പരീക്ഷകളിലും ചോദിക്കാറുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. അതിലാദ്യം നമുക്ക് അല്ലെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കടമെടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. ഏതൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് കടമെടുത്തത്? ആമുഖമുണ്ട് അല്ലെ, ആമുഖം, നമ്മുടെ ഭരണഘടനയിലെ ആമുഖം എവിടുന്നാ കടമെടുത്തിട്ടുള്ളത്? അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ലിഖിത ഭരണഘടന അല്ലെ, ലിഖിതം എന്ന് പറഞ്ഞാൽ എന്താ? എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഈ ഒരു ലിഖിത ഭരണഘടന എവിടുന്നാ കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ് അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത്തേത് ആമുഖമാണ്. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആമുഖം എന്ന് പറയുന്നത്. അത് എവിടുന്നാ കടമെടുത്തിട്ടുള്ളത്? അമേരിക്കയിൽ നിന്നാണ് അല്ലെ. ആമുഖം, അമേരിക്ക, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് വെക്കല്ലേ. ആമുഖം, അമേരിക്ക, രണ്ടു പേരും ഒരേപോലെ തോന്നും. അതുപോലെ തന്നെയാണ് ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. പിന്നെ മൗലിക അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുള്ളതാണ്. മൗലിക അവകാശങ്ങൾ എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് ജുഡീഷ്യൽ റിവ്യൂ, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന പദവി, അതുപോലെ ഇംപീച്ച്മെന്റ് അല്ലെ, രാഷ്ട്രപതിയൊക്കെ ആ സ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്യാം, പുറത്താക്കുന്ന പരിപാടിയാണ് ഏത്? ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഇംപീച്ച്മെന്റ് എന്ന ആശയമൊക്കെ എവിടുന്നാ കടം കൊണ്ടിട്ടുള്ളത്? അമേരിക്കയിൽ നിന്നാണ് അല്ലെ. അപ്പൊ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന പദവികളും അതിന്റെ കൂടെ തന്നെ അവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെന്റും എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ടതാണ് മൗലിക അവകാശങ്ങളും ജുഡീഷ്യൽ റിവ്യൂയും. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പ്രധാനമായിട്ടും മൗലിക അവകാശങ്ങൾ ചോദിക്കാറുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ചോദിക്കാറുണ്ട്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്ന പദവികൾ ചോദിക്കാറുണ്ട്, ഇംപീച്ച്മെന്റ്. അപ്പൊ ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. എവിടുന്നാ കടം കൊണ്ടിട്ടുള്ളത്? അമേരിക്കയിൽ നിന്നാണ്. ഓർത്തു വെക്കുക, അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാണ് ആ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ആമുഖം, അമേരിക്ക. പിന്നീട് പറഞ്ഞു ലിഖിത ഭരണഘടന, പിന്നെ മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, അതും എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളും അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ഇംപീച്ച്മെന്റ്. ഇതൊക്കെ എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് അയർലൻഡിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഏത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെന്ന്, ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. എവിടെന്നാണ്? അയർലൻഡിൽ നിന്നാണ് അല്ലെ. നമുക്കറിയാം, അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് അല്ലെ. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങളെ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈ ഡയറക്റ്റീവ് എഴുതുമ്പോൾ തന്നെ ഇവിടെ എന്തുണ്ട്? IR അല്ലെ. IR, ഡയറക്റ്റീവിൽ തന്നെ IR ഉണ്ട്, അതായത് അയർലൻഡ്. അങ്ങനെ ഓർത്ത് വെക്കാം. ഈ ഡയറക്റ്റീവിൽ IR ഉണ്ട്, അതെന്ത് ചെയ്യാം? അയർലൻഡ് ആയിട്ട് ഓർത്ത് വെക്കാം. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയർലൻഡ് ആണ്. എന്നാൽ രാഷ്ട്രപതിയിലെ നമ്മുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പദവികളാണെങ്കിൽ എവിടെയാണ്? അത് അമേരിക്കയാണ്. എന്നാൽ ഈ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ്? അല്ലെ, അയർലൻഡിൽ നിന്നാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അയർലൻഡിൽ നിന്നാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണ് അല്ലെ. അപ്പൊ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അയർലൻഡിൽ നിന്നാണ്. അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള നമ്മുടെ രാഷ്ട്രപതിയുടെ അധികാരം
ഓക്കെ, അവിടെ എന്തുണ്ട്? രാഷ്ട്രപതിയെ പറ്റിയാ പറയുന്നത്. രാഷ്ട്രപതിയുടെ ആ ഒരു അധികാരം എവിടെ നിന്നാണ് കടം കൊണ്ടത്? അയർലൻഡിൽ നിന്നാണ്. ഈ 3 കാര്യങ്ങളും അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത് എന്ന് ഓർത്തു വെക്കുക. ഒന്നാമത്തേത് എന്താണ്? അല്ലെ, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഡയറക്റ്റീവ് IR എന്നുണ്ട്, അയർലൻഡ് ആണ്. അത് കൂടാതെ തന്നെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്. എന്നാൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആ പദവി പറ്റി പറയുന്നത് എവിടെയാണ്? അത് അമേരിക്കയാണ്. ഇനി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം അതും എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ട 2 എണ്ണമാണ് ചോദിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ, അതായത് നമ്മുടെ അമെന്റ്മെന്റുകൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കണം. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം എവിടുന്നാ കടം കൊണ്ടിട്ടുള്ളത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. പഠിച്ചു വെച്ചേക്ക, സ്ഥിരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനാ ഭേദഗതിയും അതുപോലെ തന്നെ നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ. അപ്പൊ ഭരണഘടനാ ഭേദഗതി എവിടുന്നാ കടം കൊണ്ടത്? അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഓക്കെ, ഇപ്പൊ 2 കാര്യമാണ്, തെറ്റിപ്പോകരുത്. ഒന്നാമത്തെ കാര്യം, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്ന് ചോദിച്ചാൽ അത് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. എന്നാൽ രാജ്യസഭയിലെ മറ്റംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നൊരാശയം കടം കൊണ്ടത് എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഭരണഘടനാ ഭേദഗതി തന്നെയാണ്. രണ്ടാമത്തേതാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാനുള്ളത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് 3 കാര്യങ്ങളാണ് കടം കൊണ്ടിട്ടുള്ളത്, അതും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഓസ്ട്രേലിയയിൽ നിന്ന് ഒന്നാമത്തെ കാര്യം പാർലമെന്ററി സംയുക്ത സമ്മേളനം അല്ലെ, നമ്മുടെ സംയുക്ത സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. സംയുക്ത സമ്മേളനം എന്നൊരാശയം എവിടെന്നാ കടം കൊണ്ടിട്ടുള്ളത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. അടുത്തത് കൺകറന്റ് ലിസ്റ്റ് അല്ലെ. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിലും വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണെങ്കിലും പാർലമെന്ററി സംയുക്ത സമ്മേളനമാണെങ്കിലും ഇതൊക്കെ എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇത് പഠിക്കാനായിട്ട് പണ്ട് മുതലേ ഉള്ളൊരു കോഡാണ്. എന്താണ്? ഓസ്ട്രേലിയയിലേക്ക് വ്യവസായത്തിന് വേണ്ടി പോയ സംയുക്തയ്ക്ക് കറന്റ് അടിച്ചു അല്ലെ. നല്ലൊരു കോഡാണ്, പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഓർത്ത് വെക്കുക. എന്താണ് കോഡ്? ഓസ്ട്രേലിയയിലെ ആരാണ് എവിടേക്കാ പോയത്? സംയുക്ത ഓസ്ട്രേലിയയിലേക്കാണ് പോയത് അല്ലെ. എന്തിനാ പോയത് ഓസ്ട്രേലിയയിലേക്ക്? അല്ലെ, അവരുടെ വ്യവസായവുമായി ബന്ധപ്പെട്ടല്ലേ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടാണ് പോയത്. ആ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? അവർക്ക് കറന്റ് അടിച്ചു. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക, പഠിക്കാൻ എളുപ്പമാണ്. ഓസ്ട്രേലിയ അല്ലെ, ഓസ്ട്രേലിയയിലേക്ക് പോയത് ആരാണ്? സംയുക്ത. അപ്പൊ സംയുക്ത എന്ന് പറയുമ്പോൾ പാർലമെന്ററി സംയുക്ത സമ്മേളനം. എന്തിനാ പോയത്? വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അപ്പൊ വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം രണ്ടാമത്തേത് കിട്ടി. അങ്ങനെ പോകുന്ന വഴിക്കാണ് എന്ത് പറ്റുന്നത്? കറന്റ് അടിക്കുന്നത് അല്ലെ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് അതും എവിടുന്നാണ്? ഓസ്ട്രേലിയയാണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളൊക്കെ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്നാണ് പാർലമെന്ററി സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലെ. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതിൽ നിന്നും കുറച്ച് ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കടമെടുത്തിട്ടുണ്ട്. ഓക്കെ, അതും ചോദിക്കാറുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ട്. അത് എവിടെ നിന്നാണ് കടം കൊണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതുപോലെ തന്നെയാണ് ഗവർണർ എന്നൊരു പദവി അല്ലെ. ഗവർണർ എന്നൊരു പദവിയും ഈ ഒരു ആക്ടിൽ നിന്നാണ് എന്തുകൊണ്ട് എടുത്തിട്ടുള്ളത്? കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഫെഡറൽ സിസ്റ്റം അല്ലെ. ഒരു ഫെഡറൽ സിസ്റ്റം കടം കൊണ്ടതും എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. പിന്നീട് എന്താ പറയാനുള്ളത്? അടിയന്തരാവസ്ഥ എന്നൊരാശയം. ഓക്കെ, ഇത് കൺഫ്യൂഷൻ വരുത്താറുണ്ട്. അടിയന്തരാവസ്ഥ എന്നൊരാശയമാണെങ്കിലാണ് അതേത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തല്ലേ നമുക്കറിയാം, അടിയന്തരാവസ്ഥ എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് അല്ലേ. അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെ മൗലിക അവകാശങ്ങളൊക്കെ റദ്ദ് ആക്കൽ എന്നൊരാശയം കടം കൊണ്ടത് നമ്മുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി ആണ് അല്ലെ. ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു ആശയമാണിത്, അടിയന്തരാവസ്ഥ കാലത്തെ മൗലിക അവകാശങ്ങൾ റദ്ദാക്കൽ എന്ന് പറയുന്നത്. അപ്പൊ മാറിപ്പോകരുത്.
ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. അടിയന്തരാവസ്ഥ എന്നൊരു ആശയം അല്ലെ, അങ്ങനെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ, അടിയന്തരാവസ്ഥ എന്ന ആശയം എന്ന് മാത്രമാണെങ്കിൽ അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് കരുതുക, അടിയന്തരാവസ്ഥ കാലത്തെ മൗലിക അവകാശങ്ങൾ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ആ ഒരു ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത് എന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ് അല്ലെ. അപ്പൊ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്നാണ് ഈ ഒരു കാര്യം കടം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ മാറിപ്പോകരുത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് കടം കൊണ്ടിട്ടുള്ളത് ഏതൊക്കെയാ? ഗവർണർ പദവിയുണ്ട്, ഫെഡറൽ സിസ്റ്റം അല്ലെ, ഗവർണർ പദവി, ഫെഡറൽ സിസ്റ്റം, പിന്നെ PSC വളരെ പ്രധാനപ്പെട്ടതാണ്, PSC, അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ എന്നൊരാശയം. ഇതൊക്കെയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളത്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തെ മൗലിക അവകാശങ്ങൾ റദ്ദാക്കൽ എന്ന് ചോദിച്ചാൽ അത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. മാറിപ്പോകരുത്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ടതാണ്, റഷ്യയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ചോദിക്കാറുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. 3 കാര്യങ്ങൾ, 3ഉം ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മൗലിക കടമകളാണ്. ഇവിടെ തെറ്റ് പറ്റാൻ ചാൻസ് കൂടുതലാണ്. മൗലിക കടമകൾ എന്നാണ് അല്ലെ. മൗലിക അവകാശങ്ങൾ എന്നാണെങ്കിൽ അത് എവിടെ നിന്നാണ്? അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അവകാശം അല്ലെ, എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ മൗലിക അവകാശം എന്നാണെങ്കിൽ അല്ലെ, ഇവിടെ എന്താണ്? മൗലിക കടമ മാറി ഇവിടെ അവകാശം എന്നാണെങ്കിൽ അത് വേറെ സ്ഥലമാണ്. അതെവിടെയാണ്? അവകാശം എന്ന വാക്കിൽ തന്നെയുണ്ട്, അമേരിക്കയാണ് അല്ലെ, അമേരിക്കയാണ്. എന്നാൽ മൗലിക കടമകൾ എന്നാണെങ്കിൽ അതെവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് ചോദിക്കുന്നതാണ്. അപ്പൊ മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആസൂത്രണ പദ്ധതികളും പഞ്ചവത്സര പദ്ധതിയിലെ ആസൂത്രണം, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയൊക്കെ കടം കൊണ്ടിട്ടുള്ളത് എവിടെന്നാ? റഷ്യയിൽ നിന്നാണ്. ഇതും ചോദിക്കുന്നതാണ്. പഞ്ചവത്സര പദ്ധതി അതുപോലെ തന്നെ ആസൂത്രണം ഇതൊക്കെ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. പിന്നീടുള്ളതാണ് സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി അല്ലെ. നമ്മുടെ പ്രധാനപ്പെട്ട നീതികൾ ഏതൊക്കെയാണ്? ഒന്ന് സാമ്പത്തികമായിട്ടുള്ള നീതി, സാമൂഹികമായിട്ടുള്ള നീതി, രാഷ്ട്രീയ നീതി. ഇത് 3ഉം എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? റഷ്യയിൽ നിന്നാണ്. ഓർത്തു വെച്ചേക്കണം, സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി, ഈ 3 എണ്ണം എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഓർത്തു വെച്ചേക്ക ഈ 3 കാര്യങ്ങള്. ഒന്നാമത്തേത് മൗലിക കടമകളാണ്, മാറിപ്പോകരുത്. മൗലിക അവകാശമാണെങ്കിലാണ് അത് അമേരിക്ക, എന്നാൽ മൗലിക കടമകളാണെങ്കിലോ റഷ്യയിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് പഞ്ചവത്സര പദ്ധതി, അതുപോലെ തന്നെ ആസൂത്രണം, അതൊക്കെ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. പിന്നെ പറഞ്ഞു സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതിയിലെ ഇതൊക്കെ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഇനി അടുത്തത് ഫ്രാൻസിൽ നിന്ന് അല്ലെ. ഫ്രാൻസിൽ നിന്ന് ചോദിക്കാറുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്തതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു വെച്ചേക്കുക ഏതാണ്? ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് റിപ്പബ്ലിക് അല്ലെ. റിപ്പബ്ലിക് എന്ന ആശയവും കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ തന്നെ റിപ്പബ്ലിക് അല്ലെ. റിപ്പബ്ലിക്, ഈ 2 ആശയങ്ങളും കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ഓക്കെ, ഇനി അടുത്തതില്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധമില്ലാത്ത വരുന്ന ആളാണ് ഇത് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടൻ ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഏതെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്ന് വരാത്ത ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? ബ്രിട്ടൻ ആയിരിക്കും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എവിടുന്ന ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണ്? ഏക പൗരത്വം അല്ലെ. ഏതാണ്? ഏക പൗരത്വം, നിയമവാഴ്ച, നിയമ സമത്വം, നിയമ നിർമ്മാണം, പാർലമെന്ററി വ്യവസ്ഥ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നീ പദവികള്. ഓക്കെ, പിന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനം, അതുപോലെ തന്നെ ദ്വിമണ്ഡല സമ്പ്രദായം, കൂട്ടുത്തരവാദിത്വം, റിട്ടുകൾ. ഓക്കെ, ഇത്രയും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. നമുക്ക് ശരിക്കും ഇത്രയും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നമ്മൾ മുകളിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ കണക്ഷനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടൻ ആവും എന്ന് എന്ത് ചെയ്യാം? നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ പറ്റും.
ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാതെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക അല്ലെ. അപ്പൊ ഇനി അറിയാത്ത കാര്യം ചോദിച്ചാൽ തന്നെ അതിൽ ഉൾപ്പെടാത്തത് എന്ന നിലയിൽ എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇതൊന്നും കൂടി നോക്കാം നമുക്ക്. ഒന്നാമത്തത് എവിടുന്നാണ്, അമേരിക്ക അല്ലെ. അമേരിക്കയിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആമുഖമുണ്ട്, ലിഖിത ഭരണഘടനയുണ്ട്, മൗലികാവകാശം, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, പിന്നെ പറഞ്ഞു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളും ഇംപീച്ച്മെന്റും അല്ലെ. ഇത് എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് എന്തൊക്കെയാണ് അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അല്ലെ, തെരഞ്ഞെടുപ്പ് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അടുത്തത് ഏതാണ്? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ചോദിച്ചാലും അതെവിടെയാണ്? അയർലൻഡ് ആണ്. പിന്നെ പറഞ്ഞു ഭേദഗതികളാണ് അല്ലെ, ഭരണഘടനാ ഭേദഗതികളും രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഓസ്ട്രേലിയ ആണെങ്കിലോ അല്ലെ, ഓസ്ട്രേലിയയിൽ പോയ സമയത്തൊക്കെ അല്ലെ വ്യവസായവുമായി ബന്ധപ്പെട്ട് പോയതാണ്. കറന്റ് അടിച്ചു, ആ ഒരു കോഡ് തന്നെ പഠിച്ചു വെക്കാം, എളുപ്പത്തിൽ നമുക്ക് ഓർത്തെടുക്കാം അല്ലെ. പാർലമെന്ററി സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, കൺകറന്റ് ലിസ്റ്റ്. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് കടമെടുത്തത് ഏതൊക്കെയാണ്? ഗവർണർ എന്ന പദവി, ഫെഡറൽ സിസ്റ്റം, PSC, അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ അല്ലെ എന്ന ആശയമാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. പിന്നെ റഷ്യ അല്ലെ, റഷ്യയുമായി ബന്ധപ്പെട്ട മൗലിക കടമകളുണ്ട്, പഞ്ചവത്സര പദ്ധതികളുണ്ട്, പിന്നെ കുറച്ച് നീതികളാണ്. ഏതൊക്കെയാണത്? സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി. പിന്നീട് ഫ്രാൻസ് ആണ് പറഞ്ഞത്. ഫ്രാൻസിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. പിന്നെ പറഞ്ഞത് റിപ്പബ്ലിക് ആണ് അല്ലെ. ഇത് രണ്ടും ഫ്രാൻസിൽ നിന്നാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ പഠിക്കാം. അപ്പൊ നന്നായിട്ട് പഠിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒന്നും തെറ്റാതെ ഓർഡറിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.